അതിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ കൂടെ നിങ്ങൾ വിളിച്ചു. അതിനാദ്യമേ തന്നെ ദൈവത്തിനും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രിയ മക്കളെ, ഞാൻ എന്നും പള്ളിയിൽ വരുന്ന ഒരു അമ്മ, ഇത്രയും കുഞ്ഞുങ്ങളെ ഞാൻ നല്ല വേദപാഠ പിള്ളേരെ കാണും. പള്ളിയിൽ വന്നാൽ ആകെപ്പാടെ 2 3 കുഞ്ഞു പിള്ളേരെ പള്ളിയുടെ മുന്നേ കാണും. അതുകൊണ്ട് മക്കളെ, ഈ അവധിക്കാലത്തെങ്കിലും നിങ്ങൾ ഈ മൊബൈലൊക്കെ ഉപേക്ഷിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ഇച്ചിരി ത്യാഗമൊക്കെ സഹിച്ച് പള്ളിയിൽ നിർബന്ധമായിട്ടും വരണം. ഞാൻ നാളെ മുതൽ നിങ്ങളെ എല്ലാവരും എണ്ണും, ആരൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞത് ആരൊക്കെ കേട്ടിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട വേദപാഠ അധ്യാപകർ, ഞാൻ വന്നു കഴിഞ്ഞാൽ ഉള്ള കുഞ്ഞുങ്ങളല്ല. പ്രത്യേകിച്ച് രാജേഷ് സാർ, ഞാനിവിടെ വരുമ്പോൾ 56 വർഷത്തെ പരിചയമുണ്ട്. ഒരു ചെറിയ കറുത്ത നിക്കറുമൊക്കെ ഇട്ട് ഒരു കുട്ടികൊടുപ്പൊക്കെ ഇട്ട് പള്ളിയിൽ വരുന്ന ആ സാഹചര്യം ഞാനുണ്ട്. അന്നത്തെ കാലത്ത് എൻ്റെ ഇളമ്പുരേട്ടനെ ജോൺസാറായിരുന്നു പള്ളിയിൽ കുഞ്ഞുങ്ങൾ പ്രധാന അധ്യാപകർ. സാറിനെ ഒരുപക്ഷെ സാറിൻ്റെ ആ മീശയ്ക്ക് പേടി ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾ അന്നൊക്കെ പള്ളിയിൽ പോകും, അല്ലെങ്കിൽ പിള്ളേർക്ക് ഭയമുണ്ട്. ഇപ്പം മീശയ്ക്കും പേടിയില്ല, അധ്യാപകരെയും പേടിയില്ല, പിള്ളേർക്ക് ആരെയും പേടിയില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർക്കേണ്ട മക്കളെ, നിങ്ങൾ പള്ളിയിൽ നിന്ന് അത്യാവശ്യമായിട്ടും വിശുദ്ധ കുർബാന കണ്ട് വിശുദ്ധ കുർബാന കൈക്കൊണ്ട് എന്നിട്ട് നിങ്ങൾ തിരിച്ചു പോയി വീട്ടിൽ ചെന്ന് സ്കൂളിൽ പോവുകയോ എവിടൊക്കെ പോയാലും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകത്തേ. ഞാൻ എന്നെ അപേക്ഷിച്ച് പറഞ്ഞാൽ എൻ്റെ മക്കളെ, എൻ്റെ തൊഴിൽ, ഞാനിവിടെ ഒത്തിരി കാലം മാധവിലോസിൻ്റെ അംഗം, കമ്മിറ്റി മെമ്പർ, 3 പ്രാവശ്യം കമ്മിറ്റിയിലിരുന്നു. അങ്ങനെയുള്ള പല മേഖലകളിലും പല അച്ഛന്മാരുടെ ഇരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് പള്ളിയെക്കുറിച്ചും പള്ളിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ലപോലെ അറിയാം. ഞാനിവിടെ വന്നതിൽ വരുമ്പോൾ ഒരു ചെറിയ കൊച്ചു പള്ളിയാണ് നമ്മുടെ പള്ളി. അതെല്ലാം കഴിഞ്ഞ് ഈ നിലയിൽ എത്തണമെങ്കിൽ എൻ്റെ ഔഷധപിതാവിൻ്റെ അനുഗ്രഹം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഗ്രഹം, ചോദിച്ചാൽ തരുന്ന അപ്പൻ, വിളിച്ചാൽ വിളി കേൾക്കുന്ന അപ്പൻ, ആ കൂട്ടത്തിൽ സഹായിക്കാൻ പരിശുദ്ധ അമ്മ, ഇതുപോലെ നമ്മൾ. അതുകൊണ്ട് ഈ ഇടവകയിൽ നമുക്ക് മറ്റെല്ലാ ഇടവകളെക്കാട്ടിലും നല്ല ഒരു അഭിപ്രായം എവിടെ ചെന്നാലും ഉണ്ട്. ഞാനെന്തോ ഒരാവശ്യത്തിന് വേണ്ടി നെടുങ്ങുന്നത് വികാരിയച്ഛനൊക്കെ ചെന്നപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ ചക്കാനൊക്കെ ഇടവക്കാരും. അച്ഛനുടനെ എനിക്ക് അഞ്ചുവങ്കൽ അച്ഛനുടനെ നിങ്ങൾ വലിയ കേൾവി കേട്ടോ. അച്ഛാ അതെന്തിനാ അതിൻ്റെ കാരണം? ഞങ്ങളുടെ ഇടവകയിലെ അംഗങ്ങൾ ഇടവകക്കാരെ